പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെയിറ്റേജ് കൂടുതലുള്ള ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ആണ്. അവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ, ദ കവറിംഗ് ഓഫ് ആക്സോൺ, വാട്ട് ഇസ് ഇറ്റ്സ് റോൾ? അപ്പോൾ ആക്സോണിന്റെ ആ ഒരു പെർട്ടിക്കുലർ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ പേരാണ്? മയലിൻ ഷീത്ത്. ഓക്കെ, അപ്പൊ ഈ മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വൈറ്റ് ഫാറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ മൈലിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ന്യൂറോൺസിൽ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അപ്പൊ എന്തൊക്കെയാണ് റോള്? ഒന്ന്, അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഇമ്പൾസ് ഈ ന്യൂറോൺസിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനൊക്കെ എന്താണ് ഈ പറഞ്ഞ മൈലിൻ ഷീത്ത് സഹായിക്കാറുണ്ട്. അത് കൂടാതെ തന്നെ നറിഷ്മെന്റ്, അതായത് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒന്നും വരാതെ ഈ പറഞ്ഞ ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആരാണ് നമ്മുടെ മൈലിൻ ഷീത്ത് സഹായിക്കാറുണ്ട്. ഓക്കെ, എന്താണ്? ആക്സോണിന്റെ ആവരണത്തെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അതൊരു വെളുത്ത കൊഴുപ്പ് കൊണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മൈലിൻ എന്ന് വിളിക്കുന്നത്. അത് എന്തിനാണ്? ആക്സോണ് പോഷണം ആവശ്യമുള്ള പോഷണം നൽകാനും പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കാനും അതുകൂടാണ്ട് എന്തെങ്കിലും പുറമെയുള്ള ക്ഷതങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂറോണെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് മൈലിൻ ഷീത്ത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചോളാം. 2 മാർക്കിനൊക്കെ നമ്മളോട് എളുപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.